ആന ചവിട്ടിക്കൊന്ന ആളുകളൊന്നും അതിക്രമിച്ച് കാടിനകത്തേക്ക് വെടിവെക്കാൻ പോയവരോ അല്ലെങ്കിൽ പോച്ചിങ് നടത്താൻ പോയവരോ വനവിഭവങ്ങൾ മോഷ്ടിക്കാൻ പോയ ആളുകളൊന്നുമല്ല, മാവോയിസ്റ്റുകളുമല്ല. സാധാരണക്കാരാണ്. വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ള ആളുകളാണ്. അവരെ കൊന്ന് അതിനെ പരിഹസിക്കുന്നതിന് അദ്ദേഹം വേറെന്തോ ഉദ്ദേശത്താണ് പറയുന്നത്. വേറെ കാട്ടിൽ പോണവരെ ആരാണെന്ന് അറിയാമല്ലോ എന്ന് പറഞ്ഞു. കാട്ടിൽ പോച്ചിങ് ഒന്നും നടക്കുന്നില്ല എന്നാണ് എന്റെ അറിവ്. ഇനി ആരെ ഉദ്ദേശിച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്നറിയില്ല. കാട്ടിലുള്ളത് വനവാസികളായിട്ടുള്ള ആളുകളാണ്. നിയമപരമായി അവർക്ക് അവിടെ താമസിക്കാൻ അവകാശം ഉള്ള പാർലമെന്റ് നിയമപ്രകാരം അവകാശം കൊടുത്തിട്ടുള്ളവർ. 2:30 നടക്കുന്ന യോഗത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇതെല്ലാ യോഗം നടക്കുന്നല്ലാതെ ഈ റിസൾട്ട് ഉണ്ടാകുന്നില്ലല്ലോ, ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാകുന്നില്ലല്ലോ. ഏറ്റവും പ്രോൺ ഏരിയ ഉണ്ട് കേരളത്തിൽ, ഏറ്റവും അപകടം പിടിച്ച സ്ഥലം. ആ അപകടം പിടിച്ച സ്ഥലത്തെങ്കിലും ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ അവിടെ വെക്കണ്ടേ? അല്ലെങ്കിൽ ഈ ഭക്ഷണ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? വെള്ളം ഒരുക്കി കൊടുക്കണ്ടേ? അപ്പൊ ഇനി ചൂട് കൂടുമല്ലോ. അപ്പൊ ചൂട് കൂടുമ്പോൾ കൂടുതൽ ആനകൾ ഇറങ്ങും. അപ്പൊ കൂടുതൽ ആളുകൾ മരിക്കുമെന്നാണ് അതിന്റെ അർത്ഥം. ഒരാഴ്ചയാണ് ഈ 5 പേര് മരിച്ചിരിക്കുന്നത്. 5 പേരെ വിവിധ സ്ഥലങ്ങളിൽ ചവിട്ടിക്കൊന്നിരിക്കുന്നത്. ഓരോ ദിവസവും 1-2 പേരാണ് മരിക്കുന്നത്. ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുന്ന സാഹചര്യം അതൊക്കെ ഞങ്ങൾ നേരത്തെ ആവശ്യപ്പെട്ടാണ്. ഒന്നും ചെയ്യുന്നില്ല.